നമസ്കാരം. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. നമ്മൾ ആശുപത്രികളിൽ രോഗിയായി എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ ആദ്യം തന്നെ ഫയലിൽ നോക്കി പേര് വിവരം മനസ്സിലാക്കി പേര് വിളിച്ച് എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയാണ് നാം കുട്ടിക്കാലം മുതൽ ഫിസിയോഥെറപ്പിമാരെ കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഫിസിയോഥെറപ്പിമാർ ആദ്യം ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ്. ആശുപത്രിയുടെ പടിവാതിൽ കടന്ന് ഹെൽപ്പ് ഡെസ്കിൽ എത്തിയാൽ അവരും ആദ്യം ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ്. സ്വാഭാവികമായും വലിയ തട്ടിപ്പാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അതിനനുസൃതമായ ടെസ്റ്റുകൾ, അതിനനുസൃതമായിട്ടുള്ള അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇത് ക്രമീകരിച്ചതിന് ശേഷം ഫൈനൽ ബില്ല് വരുമ്പോൾ ലക്ഷങ്ങൾ ഈടാക്കി നമ്മളെ ചെറിയ രോഗത്തിന് പോലും പറഞ്ഞയക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. സാധാരണഗതിയിൽ പേഷ്യൻസ് ഇതെല്ലാം ഒരു അനുഗ്രഹമായി കണ്ട് ആസ്വദിച്ച് കടന്നു പോകും. 5 ദിവസം ആശുപത്രിയിൽ കിടക്കുന്നു. ചെറിയ ഒരു അസുഖമാണെങ്കിലും 1.25 ലക്ഷം രൂപ ബില്ല് വരുന്നു. തനിക്ക് 5 പൈസ പോലും മുടക്കില്ല, സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമിൽ കിടക്കണു എന്ന് സ്വയം ആശ്വസിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? അമിതമായിട്ട് ഇൻഷുറൻസ് തുകയിൽ നിന്ന് ആശുപത്രി അധികൃതർ ഈടാക്കിയത് നിമിത്തം നമുക്ക് നാട്ടില് ജനങ്ങൾക്ക് ഇൻഷുറൻസിന്റെ പ്രീമിയം തുക മൊത്തത്തിൽ വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് അവരുടെ നഷ്ടത്തിന്റെ ലാഭത്തിന്റെയും കണക്ക് വാർഷികമായും ക്വാർട്ടർലി ആയും പരിശോധിച്ചതിന് ശേഷം പിന്നീട് അവരുടെ പ്ലാനുകളിലെല്ലാം അതനുസരിച്ച് പ്രീമിയം തുക കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ആയതിനാല് ആശുപത്രികള് കാണിക്കുന്ന ഈ കൊള്ള, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ബില്ല് ഈടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഇതിനെതിരെ സത്വര നടപടിയെടുക്കുവാൻ അധികൃതര് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തയ്യാറാകേണ്ടത് കാലത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നു.